ഇല്ല. ഭയങ്കര കൊതിയോടുകൂടെ പ്രസംഗിക്കുന്നു. ഇവിടെ സംഭവിച്ച കാര്യമുണ്ട്. പൗലോസ് ഈ ദർശനം കാണുക, ഒരു മനുഷ്യൻ അല്ലേ, അവിടെ നിന്ന് കരയാണ്, ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന്. പൗലോസ് ഇത് കണ്ടപ്പോഴത്തേന് അവരോട് പോകാൻ ഇങ്ങനെ ചില രാജ്യങ്ങളും പട്ടണങ്ങളെ പരിശുദ്ധിയാത്മാവ് കാണിച്ചപ്പോൾ അവർ ചില ബന്ധങ്ങളെ തുറന്നിട്ട് ദൈവത്തിന്റെ ആത്മാവാണ്. ഹലോ, കർത്താവേ, നീ എനിക്ക് ശുശ്രൂഷിക്കാൻ ഒരു മീറ്റിംഗ് തരണമെന്ന് ഒറ്റ മനുഷ്യൻ നീ പ്രാർത്ഥിച്ചേക്കരുത്. ഒന്നുകൂടെ പറയാം, കർത്താവേ, നീ എനിക്ക് ശുശ്രൂഷിക്കാൻ ഒരു മീറ്റിംഗ് തരണമെന്ന് ആരും ഈ പ്രാർത്ഥിക്കരുത്. നിന്റെ മുമ്പിൽ ആത്മമണ്ഡലത്തിന്റെ അകത്താണ് നിന്റെ മുമ്പിലൂടെ ഭാഷിക്കൊണ്ടേയിരിക്കും. ആത്മമണ്ഡലത്തിൽ നീ ചലിക്കേണ്ട വെളിപ്പാടുകൾ പരിശുദ്ധമാവും നിനക്ക് തരും. ആർക്കും അറിയാത്ത അവൻ നിന്നെ പറ്റിയുള്ള ദൂത് അവിടെ നോക്കിയപ്പോ വ്യക്തമായിട്ടിരിക്കുന്നതാണ്. ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിക്കുന്നു പരിശുദ്ധമാവാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ നിന്നോട് പറയാനുള്ള ദൈവനിയോഗത്തെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിയോഗത്തിൽ നിന്റെ പ്രാണത്തിൽ നിർമ്മിച്ചിട്ട് അവൻ അടുത്ത മേഖലകളിൽ നിന്നെ ഉപയോഗിക്കുക. പരിശുദ്ധാത്മാവിലിരിക്കുന്ന നമ്മുടെ ആയുസിനകത്ത് അവൻ നീ ചലിക്കേണ്ട ആത്മനന്ദങ്ങളെ പറ്റി ഒരു നിയോഗം ഇല്ലാത്ത പരിശുദ്ധാത്മാവ് ഇന്ന് പറഞ്ഞ് ചോദിക്കേണ്ടതാണ്. അവൻ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അവരുടെ സാഗരവും നിവർത്തിയാകും. ഇന്ന് പകലിൽ ഒരു കാര്യം തിരിച്ചറിയുക, വിളിച്ച വേലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുറവി ഈ വചനത്തിനകത്ത് ദൈവം ചെയ്യുക. ബൈബിളെ പഠിക്കുമ്പോൾ പൗലോസ് മിഷണറി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ മലയാളപ്പെടുത്തി ഈ ചാർട്ട് വരയ്ക്കുക. ഞങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആയിരുന്നു. കുറെ 3+4 മിഷണറി യാത്ര ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡ്രോ ചെയ്യുമായിരുന്നു, ഇങ്ങനെ വരയ്ക്കുമായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇതിനു മുമ്പ് വല്ല ഈ മനുഷ്യന് ഈ സ്ഥലത്തിന്റെ പേര് വല്ലതും അറിയണോ? ഇദ്ദേഹം പോയിട്ടുള്ള സ്ഥലമാണോ? ഇദ്ദേഹം പോയിട്ടുള്ള ഭാഷക്കാരാണോ? ഇദ്ദേഹത്തിന് അറിയാവുന്ന സ്ഥലമാണോ? ഒന്നുമല്ല. പക്ഷെ നീ കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളുടെയും രാജ്യങ്ങളുടെയും അകത്ത് നിന്നെ കൊണ്ടുപോകാനുള്ള നിയോഗത്തിന്റെ അകത്താണ് നീ വിവരിച്ചിരിക്കുന്നത്. ഞാൻ ആ ദൈവത്തിന്റെ ഒരു പ്രവാചകൻ എന്നുള്ള നിലയിൽ ആത്മാവ് പറയുകയാണ്. നിയമവും കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ആത്മാവ് നിന്നെ നിങ്ങളുടെ അനിവാസമാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് അനിവാസമാണ്. അനിവാസം പറയുമ്പോൾ ചില പേരുകൾ വെക്കും, ചില സംഭവങ്ങൾ വെക്കും. നിങ്ങളത് എഴുതി വെക്കണം. എന്നിട്ട് ഞാൻ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചാമ്പോ എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലപ്പേര്, ചാമ്പൽ എന്നൊക്കെ ചാമ്പ, അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടുപ്രാവശ്യം ഇങ്ങനെ പറയും. ഞാൻ എഴുതി വെച്ചു. ഞാൻ എഴുതി വെച്ച് നെറ്റിന്റെ അകത്ത് ഇത് തപ്പിയപ്പോ ഒരു 100 കൊല്ലത്തിന് മുമ്പ് പഞ്ചാബിന്റെ ക്യാപിറ്റലാണ്. ഇപ്പൊ ആ സ്ഥലത്തിന് അങ്ങനെ പേരേ ഇല്ല. നിന്റെ ജാതികൾ പതിയുന്നത് ആക്രമണത്തിലെ ചരിത്രങ്ങളിൽ അവയെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഇന്നലെ അവസ്ഥകളെ കുറിച്ച് ചിന്തിക്കണ്ട. നിന്റെ പുറപ്പാടിനകത്ത് നീ കണ്ടെത്തും കേട്ടിട്ടുമില്ലാത്ത സ്ഥലങ്ങളിലും പട്ടണങ്ങളിലും ഇന്നോ പകരം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. രാജകീയ ശബ്ദ ചലിക്കാൻ നീ തയ്യാറാണോ? നീ തയ്യാറാണോ? നീ കേട്ടിട്ടില്ലാത്ത ഭാഷക്കാരുടെ നീ കണ്ടിട്ടില്ലാത്ത അവർ രാജ്യങ്ങളെ ആരുടെ നടുവിൽ അവിടുത്തെ ആത്മാവിന്റെ ഭാഷ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നീ ചുമന്നത് പുഴവക്കത്ത് പോയിരുന്നാൽ മതി. അത് സമയമായിട്ട് മാറും. പൗലോസ് പുഴവക്കത്തിൽ പോയിരുന്നില്ല. അവിടെ നിന്ന് സ്ത്രീകളോട് സംസാരിച്ചു. ഹലോ, ഇന്ന് ഒരു കാര്യം ഞാൻ പറയാം. എന്തെങ്കിലും ഒരു അൺലോക്കിംഗ് നിങ്ങൾ വിശ്വസിക്കാത്ത നടക്കും. പ്രത്യേക രീതിയിലുള്ള വിഷയത്തെ ഇന്ന് പകരം നമ്മൾ ഒരുമിച്ച് കൊണ്ടിരിക്കും. അത് നിങ്ങളെ എസ്പെഷ്യലി
പൊട്ടിക്കും. ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ശ്രദ്ധിക്കണം. എല്ലാവരും കണ്ടോ? ഇവർ വിചാരങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ വീട്ടിൽ കയറി പിടിച്ചാൽ മതി. ഭയങ്കര പ്രസംഗമുണ്ട്. 16-ാം അധ്യായത്തിൽ പൗലോസൊക്കെ എഫെസോസിൽ ചെല്ലുമ്പോൾ ഒരു പുള്ളിക്കാരത്തിന് തോന്നി പ്രവചനം തെറ്റാണ്, പറയുന്ന കാര്യം തെറ്റാണ്. ആശാദ് അല്ല, പുള്ളിയുടെ പ്രവചനം കേൾക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 പേരാണ് വരുന്നത്. പുള്ളിക്കാരനെ ഭയങ്കര വരുമാനം ഉണ്ടോ? തിരുവനന്തപുരത്ത് പരിപാടി നടത്തുന്നുണ്ട്. പരിശുദ്ധാമനോട് നേരത്തെ ഈ വചനത്തിന്റെ വെളിപ്പാട് നമുക്കോട് പറയണം. നിങ്ങൾ തുറന്നു തരാൻ പരിശുദ്ധാമനോട് പറയും. നിങ്ങളുടെ ദേശം നിങ്ങളുടെ ശുശ്രൂഷ നിങ്ങൾ ചെയ്യണം. ഈ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ലാഭമോ ഭയങ്കര സാമ്പത്തിക വരുമാനോ ഇതിന്റെ ഏജൻസി തന്നെ എന്തുകൊണ്ട് ഉണ്ട്. പറയുന്നത് ദൈവദാസന്മാരോട് കരുതല്ലോ ഉണ്ടോ? ദൈവദാസന്മാരോട് എന്തൊരു കരുതുണ്ടോ? എന്താ പറയുന്നത്? ഇവിടെ അത്യുന്നത ദാസന്മാർ രക്ഷാമാർഗം അറിയിക്കാൻ പറഞ്ഞ 3 കറക്റ്റല്ലേ ദൈവങ്ങള്? പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. എവിടെ സത്യത്തിന്റെ ആത്മാവിന്റെ സന്ദേശവും തൂത് കേൾക്കേണ്ട ജനത്തിന് തടസ്സമായി മറ്റൊരാത്മാവിന്റെ അടുത്ത് ആളുകളെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുണ്ട്. അച്ഛാ, പല ദേശങ്ങളിലും സഭ ഇതിനെ കൈയാക്കിയിട്ടില്ല, സഭ ഇതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പൗലോസിനൊരു കാര്യം പിടി കിട്ടി. എടാ, ഇവിടെ ആത്മമണ്ഡലത്തെ പൊട്ടിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. ചിലർക്ക് കണ്ടിട്ടില്ലേ, ആളുകൾ ഓടിക്കൂടുക. ഭയങ്കര ലാഭമുള്ള പരിപാടി. പൗലോസിന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേന് വാക്കുകളുടെ അടുത്ത്, മുഖസ്തുതികൾക്കകത്ത്, കേൾക്കാൻ ഇമ്പമുള്ള വാക്കുകളുടെ അകത്ത് വീണുപോകാത്ത പൗലോസ് അവിടെയുള്ള ആത്മമണ്ഡലത്തെ വിവേചിച്ചപ്പോ പൗലോസ് 2 രീതിയിൽ വിവേചിച്ചതാണ്. ഒന്ന്, ആ ദേശത്തിന്റെ ചുറ്റുപാടും അവിടെയുള്ള ആത്മമണ്ഡലത്തെ പറയാം. എടാ, ഇവിടെ യേശുക്രിസ്തുവിനൂടെ വെളിപ്പെട്ട കൃപാവരങ്ങളുള്ളതല്ലെങ്കിൽ ഇവിടെ വന്ന് ഇത്രയും പേര് 10 പേരെങ്കിലും യേശുവിനെ അറിയില്ല. ഇത്രയും ആളുകൾ 10-15 പേരെങ്കിലും യേശുവിനെ അറിയത്തില്ലായിരുന്നു. 10 പേരെങ്കിലും രക്ഷിക്കപ്പെടുന്ന 4 പേര് ചെയ്തില്ലായിരുന്നു. അപ്പൊ പൗലോസ് തപ്പി നോക്കിയിട്ട് ആ പാട്ടാന്ന് കേൾക്കുമ്പോഴില്ല. ആളുകൾക്ക് കറക്റ്റാണ്, പക്ഷെ രക്ഷിക്കപ്പെടുന്നില്ല, വിശ്വാസത്തിൽ താല്പര്യമില്ല. കാരണം ഇവിടെ പ്രാപിച്ചു വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആത്മാവിൽ വെളിപ്പെട്ട സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദൂതല്ല. എന്റെ ആത്മാവിലോട്ട് ഇവരിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് പൗലോസ് നേരിട്ട് കാണുകയും ചെയ്തെന്നുണ്ടായിരിക്കണം. ഇതെന്താ സാധനം? 2 ഒരു രീതിയിൽ നമ്മൾ വിവരിക്കണം. ശരി, പൗലോസ് മൂഷിക്ക് ശാസിച്ചു. പൗലോസ് മൂഷിന് എന്തോ ചെയ്തു? അതുവഴി ആ ദേശത്തിൽ വെളിപ്പെട്ട് നിന്ന ആത്മീയതയുടെ കപടമുഖം അണിഞ്ഞ് അവൻ പ്രവചനവും വിടുവനും ആരും പറഞ്ഞു വെളിപ്പെട്ട് നിന്ന ഒരു ഫേക്ക് വിടുതലിന്റെ ദുരാത്മബന്ധത്തെ ആ ദേശത്ത് ആളുകൾ ആത്മീയമായിരുന്നു. ഏത് മേഖലയിൽ, ഏത് മണ്ഡലത്തിൽ അസംഖ്യമായിരുന്നു അവൻ പൗലോസിനെ കണ്ടു. നിങ്ങൾ ദേശങ്ങളിലോട്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ മേഖലകളിലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആത്മ
അത്യുന്നതന്റെ ദാസന്മാർ രക്ഷാമാർഗം അറിയിക്കാൻ വന്നവർ. നീയോ? നീ ആരുടെ ദാസിയ? നീ എന്ന ആത്മാവിന്റെ ദാസിയ. നിന്റെ കയ്യിലിരിക്കുന്ന ബാല്യതയാണ്. അങ്ങനെയുള്ള ആത്മമണ്ഡലങ്ങളെ ശാസിക്കാൻ ഇന്ന് പകലിൽ ദൈവത്തിന്റെ നിയോഗങ്ങൾ നിങ്ങളുടെ ദേശീയമായ യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള അവൻ ആത്മമണ്ഡലങ്ങൾ അതിനെ ഭൗതികത്തിരിക്കുന്ന അതിനെ പിടിച്ചെടുത്തിരിക്കുന്ന അങ്ങനെ ദൈവത്തിന്റെ പിടിച്ചുകൊണ്ട് അവൻ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പറയുന്നു. ഒരു പട്ടണത്തിനായി നിന്നിട്ട് അവൻ സ്തോത്രം ചെയ്യുന്നു. ഇതിനെ പൊട്ടിക്കാൻ നീ കേറത്തില്ല. കാരണം ഈ ഇത്ര ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ അകത്ത് കിടക്കുന്ന പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിനകത്ത് പൗലോസേ നിനക്ക് അതിനകത്തോട് അവൻ യേശു ക്രിസ്തുവിനോട് അവൻ ഒരു ജനത്തെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജനത്തെ ഭരിക്കുന്ന അവൻ ഇങ്ങനെയുള്ള മേഖലകളിലുള്ള ജനത്തെ ഭരിക്കുന്ന ആ പണങ്ങളെ പൊട്ടിക്കുവാനാണ് നിന്നെ നയിച്ചിരിക്കുന്നത്. പൗലോസ് ഞാൻ പ്രായത്തിലാണ് നിന്നെ ഇത് പൊട്ടിച്ചു കളയുമ്പോൾ ഇതുമാണ് നിന്റെ ആത്മാവിന് കേരളത്തിന്റെ അകത്ത് പോയിപ്പോ കേരളത്തിന്റെ അകത്ത് പൊട്ടും. ശുശ്രൂഷകന്മാരെ ഇങ്ങനെയുള്ള ബ്രേക്ക് നിങ്ങളുടെ ബ്രേക്കറ്റ് വീടുമായി അടുത്ത നിയമങ്ങളിലേക്ക് പരിശുദ്ധിയാകുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവൻ നീ ജനിച്ചു പോകുന്ന ദേശത്തും നീ പറഞ്ഞ മണ്ണിലും ഭാരതത്തിലും കിടക്കുന്ന ചില ആത്മമണ്ഡലങ്ങൾ പൊതിഞ്ഞിട്ട് അവൻ നീ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ അകത്തുനിന്ന് അതിലൂടെ ആത്മാക്കളുടെ വീടുകൾ അതിന് തടസ്സമായിരിക്കുന്ന എല്ലാ പൈസമാരിക ഈ വേദശാസ്ത്രത്തിൽ ആത്മാവിനെ പൊതിക്കുക. എന്നാ ചിലര് സത്യമാണോ നിറഞ്ഞിട്ട് വിട്ടുപോരാ. ഈ സാധനത്തിന്റെ സാധനത്തിൽ കിടക്കുന്നുണ്ട്. പിഴയ്ക്കതിന്റെ വലിയ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഹലോ, നിന്റെ സഭയ്ക്കകത്ത് നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വന്നിരിക്കുന്നത് അവരെ സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിടിയിൽ കിടക്കുന്നതുകൊണ്ട് ഇന്ന് നിന്റെ ആത്മാവത്തിൽ ആദ്യം ഒന്ന് പൊളിക്കാൻ തയ്യാറാണ്. സഭയുടെ വാർത്ത അവരുടെ സഭയിൽ ഞാൻ പറയുമ്പോൾ ദൂത് മനസ്സിലാക്കുന്നവരുണ്ട്. നിന്റെ പ്രാർത്ഥന നിന്റെ സഭയ്ക്കകത്ത് അടുത്ത പൗലോസുമാരായിട്ട് എഴുന്നേൽക്കുന്നത് ഇതിന്റെ കീഴിൽ പോയി ദൂരം കേട്ടോണ്ടിരിക്കുന്നു. ഒരു അപ്പോസ്തലൻ അതിനുവേണ്ടി പ്രധാനം. ഒരു അപ്പോസ്തലൻ അതിനുവേണ്ടി പ്രധാനം. നിന്റെ പ്രായക്കറ്റ് വീടുകളെ കൊടുക്കുന്നതിനകത്ത് അഭിഷേകന്മാരെ ഞാൻ പറയാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള ചില മേഖലയായിട്ടുള്ള ചില ആത്മമണ്ഡലങ്ങളെ പൊളിച്ചിട്ട് ദൈവസഭയുടെ അടുത്ത വിധത്ത് കേരളത്തിന്റെ മണ്ണിൽ പുറപ്പെടുന്ന ആത്മീയ ഫലങ്ങൾ ഇന്നും പരിശുദ്ധിയാണ് പുറപ്പെടുക. എനിക്ക് അത്ര കുറപ്പുണ്ട്. എന്റെ അകത്തെ ദൈവത്തിന്റെ ഉപദേശം എന്താണ് എനിക്ക് അത്ര കുറപ്പ്.
പ്രാർത്ഥന ഒന്ന് കൊണ്ടുവന്നത് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഈ മേഖലയുടെ വചനം വെളിപ്പെടുമ്പോഴോ ഇത് നിന്റെ ആത്മമണ്ഡലത്തിൽ വെളിപ്പെടുത്തില്ല. നിനക്ക് ശാസിക്കാം. അവൻ നിനക്ക് ചില പട്ടണങ്ങളുടെ യേശുവിന്റെ രാജ്യത്ത് വലിയ പുസ്തകങ്ങളെ അവൻ അന്യാധീനമായി ചില വ്യക്തികളെ സ്വാധീനിച്ച് അവൻ ചില വ്യക്തികളെ അവന്റെ രാജ്യങ്ങളിൽ അല്ലാതെ രാജ്യം പഠിച്ചിരിക്കുന്നത് നിന്റെ ആത്മമണ്ഡലത്തിൽ ദൈവരാജ്യം അതുകൊണ്ട് പണിയോ അഭിഷേകനെ നിന്റെ ശാസനവും എനിക്ക് ഈ ശുശ്രൂഷ വെളിപ്പെട്ട് കിട്ടിയപ്പോ മുതൽ എന്റെ അകത്ത് പരിശുദ്ധിയാവുന്ന നിയോഗങ്ങളെ ദൈവം എന്നോട് തുറക്കില്ല. ഏതോ പൈശാചിക മണ്ഡലങ്ങളുടെ കസ്റ്റഡിയിൽ അവൻ സീക്കായിട്ടുള്ള അവൻ മേഖലകളിൽ കെട്ടപ്പെട്ട് കിടക്കുന്നത് നിന്റെ കയ്യിൽ ആ ജനത്തെ ദൈവം ഈ നിയോഗത്തിന്റെ അകത്ത് ചലിക്കാൻ തയ്യാറാവുന്നു. ഒരു വീട് കിട്ടുമെന്ന് പ്രത്യേകിച്ച് പ്രവചിക്കുന്ന ഒരു കാര്യമില്ല. അവൻ AC ഇട്ട് പോകാൻ ഒരു കാറ് കിട്ടുമെന്ന് പ്രത്യേകിച്ച് പ്രവചിക്കുന്ന കാര്യമില്ല. ഹലോ ഹലോ എടാ, നീ നിയോഗത്തിന്റെ അകത്ത് ചലിക്കാൻ തയ്യാറാണെങ്കിൽ അത് ചെയ്തെടുക്കുവാൻ വേണ്ട സകല അഭിപ്രായവും പരിശോധിക്കാൻ അവിടെ നിന്നെ സുഗമമായിട്ട് യാത്ര ചെയ്യാം, നിനക്ക് സുഗമമായിട്ട് കഴിയാം. ഇതിന്റെ അകത്ത് കഷ്ടതയില്ലെന്നറിയാമല്ലോ, ആത്മമണ്ഡലത്തിലുണ്ട്. അവൻ അതിന്റെ പ്രത്യേകിച്ച് ഊത് വേണ്ട. കുഞ്ഞുങ്ങളെ കല്യാണം നല്ല നിലയിൽ നടക്കുമെന്ന് പ്രത്യേകിച്ച് ഊത് കേൾക്കേണ്ട. ആദ്യം നീ വിചാരിക്കുന്നത് അപ്പുറമായി. കാരണം ഇതുവരെ വാദം തൊടാത്ത അവൻ ദുഷ്ടമണ്ഡലങ്ങളെ തൊടാൻ തയ്യാറായി ആത്മമണ്ഡലത്തിൽ അവൻ അന്യോന്യം ഒതുങ്ങിയിരിക്കാൻ നിയോഗങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ തയ്യാറായെങ്കിൽ ഈ പുള്ളിപ്രവചനത്തിന്റെ ഉടയവനായ ദൈവം നിന്റെ സംരക്ഷകനായും നിനക്ക് വേണ്ടി കരുതുന്നവനായും ആത്മാവിന്റെ കൂടെ ഉണ്ട്. അവിടെ ഒരു ലോകത്തിലും നിന്നെ അവന്റെ പുതുമക്കൾ ഓർമ്മ പ്രയത്നിക്കാൻ നിങ്ങളുടെ സാമ്പത്തികമായി നോക്കുന്നുണ്ടോ? നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളുടെ മേജർ പ്രോജക്റ്റുകളെ പറ്റി മനസ്സിലാക്കുക. നിങ്ങളിപ്പോ ഭാരപ്പെടുന്ന വിഷയം നിങ്ങൾക്ക് പോലും നിസ്സാരമായിട്ട് തോന്നും. ഞാൻ ഇന്നലെയാണ് മിനിഞ്ഞാണോ ഇന്ന് വെളുപ്പിന് ഞാൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. ദൈവസ്ഥാനം ഞാനത് നിങ്ങൾക്കൊക്കെ വളരെ ഷെയർ ചെയ്തിട്ടുണ്ട്. വായിച്ചിട്ടുള്ളവരറിയാം. എന്നോട് പരിശുദ്ധം അതുപോലെ കൊടുക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ ഇടുന്നത്. ഒരു വാക്കുകളുണ്ടല്ലേ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ചിലർ അവരുടെ സാധ്യതകളിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉദാഹരണം, ബ്ലസമോന് ഒരു കീബോർഡ് വരുന്നു. ബ്ലസന്റെ ഒരു ചേച്ചി
അമേരിക്കയിലൊന്നും ചേച്ചിമാരില്ല. അമേരിക്കയിലുണ്ടെന്ന് വെക്കണം. അവൻ ഈസി ആയിട്ട് പറഞ്ഞ എന്റെ ചേച്ചി എനിക്ക് ദൈവം സഹായിക്കും അല്ലേ? അത് നമ്മുടെ ഹോപ്പിന്റെ അകത്തുള്ള ഒരു ഹോപ്പാണ് അല്ലേ? ലീലാവോട് ചോദിച്ചു കഴിഞ്ഞാൽ 2000 രൂപ കടം കിട്ടും. സഹകരിക്കാത്തൊരു വിശ്വാസം ദൈവം അതിന് സഹായിക്കും. അടുത്തൊരു കൂട്ടുകളുണ്ട്. എനിക്ക് സാധിക്കാത്ത കാര്യങ്ങളിലും എന്റെ അസാധ്യതകളെയും ദൈവം സാധ്യമാക്കുമെന്ന് വിശ്വസിക്കാറുണ്ട്. അവരുടെ മുമ്പിൽ ഒന്നുമില്ല. അവരുടെ കൊച്ചക്കന്മാരുമില്ല, ചേച്ചിമാരുമില്ല, അനിമാരും ഒന്നുമില്ല. അസാധ്യതയാണ്. അവർ വിശ്വസിക്കുക ദൈവം എനിക്ക് പ്രവർത്തിക്കും. അടുത്ത ചില കൂട്ടരുണ്ട് ദൈവഹിതത്തിൽ വിശ്വസിക്കും. ചുമ്മാ ഉദാഹരണം പറയാം. ബ്ലസ് എന്ന് പറയുന്ന കീബോർഡ് പിന്നെ 1.5 ലക്ഷം രൂപ ഇപ്പോഴത്തെ കീബോർഡിന്റെ അത്രയാകും. 1.5 ലക്ഷം രൂപയുടെ കീബോർഡ് മേടിക്കുന്നില്ല. അപ്പം സാധ്യതകളില്ലാതെ ബ്ലസ് എന്ന് വിചാരിക്കും ദൈവം ഒരിക്കലും. അതാണ് രണ്ടാമത്തെ കൂട്ടർ. എന്റെ അസാധ്യതകൾ ദൈവം എന്ന അടുത്തൊരു കൂട്ടരുണ്ട് ദൈവഹിതത്തിൽ. അതെന്ന് പറയുക അത് 2 ലക്ഷം രൂപയാണ്. അത് 2 ലക്ഷം രൂപയായിരിക്കും. അല്ലാതെ 3 ലക്ഷത്തിന്റെ ആയിരിക്കും. നിങ്ങള് അസാധ്യതകൾ വിശ്വസിക്കുന്നവരാണോ ദൈവഹിതത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരാണോ? ദൈവഹിതത്തിന്റെ ടെൻഷൻ അടിക്കാൻ വരത്തില്ല. അത് നിങ്ങൾക്ക് തരണമെന്നുള്ളത് ഈ കീബോർഡിസ്റ്റിന്റെ സിനിമകൾ പഠിക്കുന്നതിന് മുമ്പ് ദൈവം മിച്ച് ഞാൻ കൂടാൻ പറയാം. ഒന്നും ആലോചന പറയാം. ഓരോ ചിലത് ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്നതെന്ന് തരാണ്. ചില കീബോർഡുകളും ചില വണ്ടികളും ഉണ്ടാക്കുന്നത് നിന്നെക്കൊണ്ടാണോ? ആത്മകൊണ്ടെന്ന് പറയുന്ന ഭൂമി ചില സാധനം പ്ലാൻ ചെയ്യുന്നത് നിനക്ക് തരാൻ വേണ്ടിയാണ്. അതിനാണ് ഞാൻ ഇതിനകത്ത് റോമർ 12:2 എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് താല്പര്യമില്ല. നന്മയും പൂർണ്ണ പ്രസാദമുള്ള ദൈവഹിതം തിരിച്ചറിയാൻ പറ്റും. ഇതുപോലെയുള്ള ചില സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും അവിടെയുള്ള ആത്മമണ്ഡലങ്ങളെ തുറന്ന് അവിടെ ഡ്രൈവായിട്ട് നടക്കുന്ന ചില സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കാനും അവിശുദ്ധമായി ഏൽപ്പിക്കാനും ആശാവച്ച യൗവനക്കാരുടെ നടുവിൽ പരിശുദ്ധിയാണോ ഭയങ്കരമായ ഒരു പ്രവർത്തനം. ഞാൻ പറയാം, എന്റെ ഒരു സ്കൂളിൽ ദേവപാലനി എനിക്കറിയാം. നിങ്ങൾ ഈ സ്കൂള് കേട്ടിട്ട് ദേവപാലനിന്റെ മ്യൂസിക് ഓർമ്മ ആഗ്രഹത്തിനകത്ത് കുറിച്ച് പറയുന്നു. നിങ്ങളുടെ ലോകമിട്ട് നിങ്ങളുടെ പേരിട്ട് എന്ത് പ്രശ്നമാണോ? പ്രശ്നം ചർച്ചകളാണോ? ഇതിനകത്ത് ലോകവാസത്തിന്റെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇനി മീറ്റിംഗ് നടത്തി നമ്മളെല്ലാം ഒന്ന് പ്രവർത്തിച്ചു. മോനോടോ ഞാൻ ഈ പ്രവർത്തിച്ചെന്ന് വെച്ചാൽ നിന്റെ ഭാവം നിനക്ക് വേണ്ടി മോചനം കേട്ടോ. ഇത് നമ്മളെ ഏൽപ്പിക്കാത്ത കാര്യം കൂടെ ഞാനും അവിടെ പോയി പ്രവർത്തിച്ചത് എന്റെ ബോക്സ് കൊണ്ടുപോയി ഞാനും തൊണ്ട കീഴില്ല. അതുകൊണ്ട് എന്റെ ഒരു പേര് അവന്റെ പേര് ഇതാക്കിയിട്ട് എന്റെ പേര് എന്തിനാ? നിന്റെ പേരിൽ അനന്യാസ നിന്നെ കൊണ്ട് ഒരു പൗരത്തിന് എഴുന്നേൽപ്പിക്കാനാണെങ്കിൽ ഈ ബാക്കിയുള്ള സമയത്ത് അടുത്ത ആൾക്കാരെ വിളിച്ചു അവന്റെ മുന്നിൽ ഒരു യൂത്തിന്റെ ഭയങ്കര ആത്മാവിനോട് പറയും. ഞാൻ പറയാം നിയോഗത്തിന് വേണ്ടി പ്രവചിക്കാൻ പറ്റില്ല. അത് ടീം വർക്കായിട്ട് എന്നോട്. അപ്പൊ ഞാൻ പറയുന്നത് എവിടെയെങ്കിലും 4-7 വരെ കുട്ടിയൊക്കെ അതല്ല ഈ ക്യാമ്പസ് ക്രൂസൈഡ് പോലെയൊക്കെയുള്ള ലെവലിൽ അതിന് ഭയങ്കര കറക്റ്റ് പഠനങ്ങളിൽ സ്കൂളുകളും കോളേജുകളും യൗവനക്കാരുടെ പഠന കേന്ദ്രങ്ങളിലും പട്ടണങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കോഴ്സിന് ഈ വർഷം തന്നെ സുസൂക്ഷമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യമായി ബന്ധപ്പെട്ട് യാത്ര ഒരു കവിത മിനിസ്ട്രിക്കാവുന്ന ഒരു സൈഡിൽ അവൻ സാമ്പത്തികമായ മേഖലകളെ അവൻ ബിസിനസ്സുമായി അല്ലെങ്കിൽ പട്ടികയിലകത്ത് വയനായിട്ടുള്ള മേഖലകൾ ദൈവം അതുവിടും. അപ്പോൾ തന്നെ പരിശുദ്ധമാണെന്ന് പറയുന്നു. മിഡിൽ ഈസ്റ്റിന്റെ ചില രാജ്യങ്ങൾ ഈ വർഷം പരിശുദ്ധമാണ്. ഈ
ഇരിക്കുന്ന ഒരു ദൂത് കാണും. എനിക്കറിയത്തില്ലല്ലോ ഇദ്ദേഹത്തിന്റെ എന്തോ പല നമ്മൾ അവിടെ വെച്ച് കാണുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നു? ഇപ്പൊ ക്യാമറ കൊണ്ട് കണ്ടില്ലേ കല്യാണത്തിന് മരണം ലൈവ് എടുക്കും. അടുത്ത് പോയാ പറയാം ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഭയങ്കര